നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമുക്ക് ശാന്തമായിരിക്കാം. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയെ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നു വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നു വാഴ്ത്തിടും സൃഷ്ടാവേ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ശരീരം തകർത്തു ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തിനി ഞങ്ങൾക്കാ. നിൻ ശരീരം തകർത്തു ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തിനി ഞങ്ങൾക്കാ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ.
സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ ആടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനാ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനാ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ഒരിൽ കേട്ടു രക്ഷയും ശബ്ദത്തെ വിടുതൽ നൽകും വചനത്തെ. ഒരിൽ കേട്ടു രക്ഷയും ശബ്ദത്തെ വിടുതൽ നൽകും വചനത്തെ. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമാം. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമാം. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനേ. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനാ. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ.
Mira
ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനം ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനം ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹെ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹെ നരനാ. ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനം ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനം ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരഖിലരും ഒരുപോൾ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരുപോൾ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനം ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനം ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനം ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനം ജയഗീതം പാടിടുവിൻ.
തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാം. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന് ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന് ജയഗീതം പാടിടുവിൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദരാനനും? വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി, കാനന ചോല കൂടുങ്ങിയോടി. കാണില്ല കാണില്ലെന്നോതിയോതി, കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ.
ശ്വാസം സ്നേഹമാണീശ്വരന്റെ രൂപം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമിവിടെയുമിൽ ഈശ്വരൻ, വിജനമായ ഭൂമിയിലുമേ ഈശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ. കർത്താവെ, നീ ഉണ്ടാക്കിയ ദിവസം ഞങ്ങൾക്ക് ഈ വൈകിയ സമയം നിന്റെ പാദപീഠത്തിൽ കിടന്നു വരുവാൻ തന്ന ഭാഗ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല പിതാവേ, അപ്പാ നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഈ സമയം ഞങ്ങൾക്ക് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ 3-ാം ശനിയാഴ്ച വൈകിട്ട് കർത്താവെ, അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ ആശയോടെ നോക്കുന്നു. ഹല്ലേലൂയ. സ്വർഗം ചായച്ച് അവിടെ നിന്ന് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. നിസ്സാരരായി ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്തോത്രം, സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. പുത്രനാം ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ. ഈ ആരംഭ സമയം തന്നെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോൾ ആ തിരുവചനം ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണമേ. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ 2ാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുന്ന കർത്താവേ, ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ നീ നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പാ ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ മറയ്ക്കണമേ. കർത്താവേ, തിരുവചനം ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന വചനം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന വചനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കുന്ന വചനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. കർത്താവേ, അപ്പാ ഇന്ന് അനുഗ്രഹിച്ച് ഞങ്ങളെ പറഞ്ഞ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നമ്മൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. അത് മുട്ടോളം മറയോളം എന്നിൽ ഒഴുകണമേ. അത് മുട്ടോളം മറയോളം എന്നിൽ കവിയണമേ. നീന്തിയിട്ടല്ലാതെ കാണപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, എന്നും കൂടെ ഇരിപ്പാൻ എൻ്റെ ഉള്ളിൽ വന്നവനെ, തന്റെ ജ്ഞാനം നൽകാൻ എന്നിൽ വന്നു വസിച്ചവനെ, എന്നും കൂടെ ഇരിപ്പാൻ എൻ്റെ ഉള്ളിൽ വന്നവനെ, തന്റെ ജ്ഞാനം നൽകാൻ എന്നിൽ വന്നു വസിച്ചവനെ, സമാധാനം നൽകി ആശ്വാസം നൽകി എന്നെ ബലപ്പെടുത്തുന്ന നല്ല നാഥ, എന്നെ ബലപ്പെടുത്തുന്ന നല്ല നാഥ, സാന്നിധ്യമേ
ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. അത് മുട്ടോളം മറയോളം എന്നിൽ ഒഴുകണമേ. അത് മുട്ടോളം മറയോളം എന്നിൽ പതിയണമേ. നീന്തിട്ടല്ലാതെ കാണപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, ഓ സാന്നിധ്യമേ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം നാളുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്വർഗരാജ്യം. സ്വർഗം തികച്ചും ഒരു യഥാർത്ഥ്യമെന്ന് നാം ഈ നാളുകളിൽ ചിന്തിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നരകവും ഒരു യഥാർത്ഥ്യമെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. ഇന്ന് ദൈവരാജ്യം അവകാശമാക്കിയില്ലാത്തവർ ആരൊക്കെ എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആർക്കെല്ലാം ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല എന്ന് നമുക്ക് ഇന്ന് അല്പസമയം ചിന്തിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ആരൊക്കെ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ജഡത്തിന്റെ പ്രവൃത്തികളോ, അതേ പ്രവൃത്തി പ്രിയപ്പെട്ടവരെ, നാം ജഡശരീരമുള്ളവരാണ്. ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 അവസ്ഥകളിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നാം ജഡിക അവസ്ഥയിൽ നിന്നും പ്രാകൃത അവസ്ഥയിൽ നിന്നും ജഡിക അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുന്നു. പ്രാകൃതനായ മനുഷ്യൻ, ദൈവത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത മനുഷ്യൻ, അവൻ വചനം കേൾക്കുന്നു, അവൻ യേശുവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അവന്റെ ജഡ സ്വഭാവങ്ങൾ അവന് മനസ്സിലായി തുടങ്ങുകയാണ്. പ്രാകൃത അവസ്ഥ മാറി, പ്രാകൃതമായ ചിന്തകൾ മാറി, അവൻ ജഡിക അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജഡത്തിൻ്റെതായ ചില പ്രവൃത്തികൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്തെല്ലാമാണ്? അതിൽ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ആളത്വത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജഡത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിൽ ദുർനടപ്പുണ്ടോ എങ്കിൽ നാം ദൈവരാജ്യം അവകാശമാക്കിയില്ല. അശുദ്ധി നമ്മളിൽ ഉണ്ടോ എങ്കിൽ നമ്മൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ദുഷ്കാമം നമ്മളിൽ ഉണ്ടോ, ദൈവരാജ്യം നമുക്ക് അവകാശമാക്കുവാൻ കഴിയുകയില്ല. വിഗ്രഹാരാധന നമ്മളിൽ ഉണ്ടോ, നമുക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ആഭിചാരം, പക, പിണക്കം, ഇതെല്ലാം ഉണ്ടെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇതുപോലെയുള്ള ജഡസ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല എന്ന് ഗലാത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സ്വഭാവങ്ങളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ കഴിയും? ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതെ, ഈ ജഡസ്വഭാവങ്ങളെല്ലാം നമുക്ക് ക്രൂശിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ക്രൂശിന്റെ അനുഭവം? നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുക. പിതാവാം ദൈവം പുത്രനായ യേശുവിൽ നമ്മളെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്.
നമ്മുടെ പ്രാകൃത മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജഡീകനായ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതേ ക്രൂശിലേക്ക് നോക്കുമ്പോൾ യേശുവിനെ മാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുക, നാം ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നമുക്ക് കാണുവാൻ സാധിക്കും. The acts of the sinful nature are obvious. Sexual immorality, impurity and debauchery, idolatry and witchcraft, hate, discord, jealousy, fits of rage, selfish ambition, dissensions, factions and envy, drunkenness, orgies and the like. I warn you as I did before that those who live like this will not inherit the kingdom of God. അതെ, ഈ വക പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം നമുക്ക് ക്രൂശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കാം. ക്രൂശിലേക്ക് നമുക്ക് യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുവാൻ സമർപ്പിക്കാം. ഹല്ലേലൂയ. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തതായി നമുക്ക് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഇനി ആരാണ് ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരെ അല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അതെ, വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല എന്ന്. അതെ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതണം പ്രിയപ്പെട്ടവരെ. ആ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയില്ല എങ്കിൽ കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്. അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. Nothing impure will ever enter it, nor will anyone who does what is shameful or deceitful, but only those whose names are written in the Lamb's book of life. അതേ പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. എത്ര പേർക്ക് കൊതിയുണ്ട് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എന്റെയും പേര് എഴുതണമെന്ന്? നിങ്ങൾ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ? യേശു തന്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ ശുചീകരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കിടക്കയില്ല. അനുസരണവും വിശുദ്ധിയും ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനമേറിയതാണ്. അനുസരണവും വിശുദ്ധിയും ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യം. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവർഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഹല്ലേലൂയ. അതേ, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൽ വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് എന്ന കാറ്റ് ദൈവവചനത്തിന്റെ ഓരോ താളുകളിൽ കൂടെയും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. Then the angel showed me the river of the water of life, as clear as crystal, flowing from the throne of God and of the Lamb down the middle of the great street of the city. On each side of the river stood the tree of life, bearing 12 crops of fruits, yielding its fruit every month, and the leaves of the tree are for the healing of the nations. അതേ പ്രിയപ്പെട്ടവരെ, മാസം തോറും 12 വിധം ഫലം കായ്ക്കുന്നതായ ജീവവൃക്ഷം ആ സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ആ പളുങ്ക് നദിക്ക് ഇരുകരയിലുമായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ വൃക്ഷത്തിന്റെ ഇല രോഗശാന്തിക്ക് ഉതകുന്നതെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന കാറ്റ് ദൈവവചനത്തിന്റെ ഓരോ താളുകളിൽ കൂടെയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നൂറ്റാണ്ടുകളായി ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ കാറ്റ്, ഇളം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗീയ ശരീരം യൗവനത്തിൽ ഇരിക്കുന്നത് പോലെ കാണപ്പെടും. സ്വർഗത്തിൽ നമുക്ക് പ്രായമാവുകയില്ലെന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ യൗവനത്തിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ ആയിരിക്കും സ്വർഗത്തിൽ പ്രായമാവുകയില്ല എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ. നിങ്ങൾ യൗവനത്തിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ, ഹല്ലേലൂയ, നിങ്ങളുടെ 30 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ശരീരം ഇരുന്നത് അതുപോലെ സ്വർഗീയ ശരീരം. ഹല്ലേലൂയ. സ്വർഗത്തിൽ ജീവജല നദിയുണ്ട്. അതിൽ നിന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കുടിക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിന്റെ ജീവജല നദിയിൽ നിന്ന് കൈക്കുമ്പിളിൽ നമുക്ക് വെള്ളമെടുത്ത് കുടിക്കുവാൻ സാധിക്കുമെന്ന്. സ്വർഗത്തിൽ ഓരോരുത്തരുടെയും പേരിൽ കൊട്ടാരങ്ങൾ. ഹല്ലേലൂയ. സ്വർണ്ണ തെരുവീതി, അനേകം മാളികകളും കൊട്ടാരങ്ങളും. ഹല്ലേലൂയ. സ്വർണം കൊണ്ടുണ്ടാക്കിയ കതകിന്റെ പിടികൾ. ഹല്ലേലൂയ. അവരവരുടെ പേര് കൊത്തിവെച്ചിരിക്കുന്ന ചില പ്ലേറ്റുകൾ. ഹല്ലേലൂയ. കതകിൽ സ്വർണം കൊണ്ട് നമ്മുടെ പേര് കൊത്തിവെച്ചിരിക്കുന്നു. ആ സ്വർഗീയ കൊട്ടാരത്തിനുള്ളിലെ കാർപ്പറ്റുകൾ ചുമന്ന വെൽവെറ്റുകൾ പോലുള്ളതാണ്. കസേരകൾ നീലക്കല്ലുകൾ പതിച്ചതായ കണ്ണാടികൾ, അതിൽ ബാത്ത് ടബുകൾ, വെള്ളി കൊണ്ട് നിർമ്മിതവും നാം ചിന്തിക്കുന്നതിനേക്കാൾ യഥാർത്ഥമാണ് പ്രിയപ്പെട്ടവരെ പർദീസ. അത് വർണ്ണിപ്പാൻ നമുക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ കൊട്ടാരങ്ങളെക്കാൾ എത്രയോ മനോഹരമാണ് നമ്മുടെ സ്വർഗീയ കൊട്ടാരം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഭൂമിയിലെ രാജാക്കന്മാർ പാർത്തതായ ചില കൊട്ടാരങ്ങൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് നമുക്ക് പോയി കാണാൻ സാധിക്കും. അതിന്റെ മനോഹരമായ കൊത്തുപണികൾ, മനോഹരമായ കിരീടങ്ങൾ, ഇതെല്ലാം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. മനോഹരമായ സിംഹാസനങ്ങൾ, മനോഹരമായ കട്ടിലുകൾ. ഹല്ലേലൂയ. അതെല്ലാം നമുക്ക് ഈ ഭൂമിയിലെ വെറും രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ ഇത്രമാത്രം മനോഹരമാണെങ്കിൽ സ്വർഗത്തിലെ നമ്മുടെ ദൈവത്തിന്റെ സിംഹാസനം, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൊട്ടാരങ്ങൾ എത്രയോ മനോഹാരിതമാണ് പ്രിയപ്പെട്ടവരെയും. യേശു പറയുകയാണ്, എന്റെ ജനം എനിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എന്ന്, എന്നാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം ഒരുക്കിയിരിക്കുകയാണ് എന്ന് യേശു പറയുകയാണ് പ്രിയപ്പെട്ടവരെയും. എന്റെ രാജ്യം തയ്യാറായി കഴിഞ്ഞതുകൊണ്ട് ഞാൻ തിടുക്കത്തിലാണ് എന്ന് യേശു പറയുകയാണ്. എന്റെ രാജ്യമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന്. എന്നാൽ എന്റെ കുഞ്ഞുങ്ങൾ അനേകരും ലോകത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. അത് അവർക്ക് ലോകത്തോടാണ് സ്നേഹം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, എന്റെ കുഞ്ഞുങ്ങൾ അനേകരും ലോകത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എന്ന് യേശു പറയുകയാണ്. യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കൊട്ടാരങ്ങളും മാളികളെല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ലോകത്തെയാണ് സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന്. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം ഞാൻ എത്രയും വേഗം വരുന്നുവെന്ന് എൻ്റെ ജനം അറിയേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ കാര്യം. കാരണം ഞാൻ വേഗം വരുന്നു എന്ന് യേശു അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എത്രയും വേഗം വരുന്നുവെന്ന് എൻ്റെ ജനം അറിയേണ്ടതിന് സുവിശേഷം പ്രസംഗിക്കുക എന്ന് യേശു നമ്മെ ഓരോരുത്തരെയും ഉറപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഓർമ്മിപ്പിക്കുകയാണ് ഓരോരുത്തരെയും. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. ഞാൻ എത്രയും വേഗം വരുന്നുവെന്ന് എൻ്റെ ജനം അറിയേണ്ടതാണ് എന്ന്
മുഴു ഹൃദയത്തോടും നമുക്ക് അത് തന്നെ ഉരുവിടാൻ പ്രിയപ്പെട്ടവരെയും. കർത്താവായ യേശുവേ, നീ വേഗം വരണമേ, മാറാ നാഥ എന്ന്. കർത്താവായ യേശുവേ, നീ വേഗം വരണമേ എന്ന്. കർത്താവ് വാസ്തവമായി വേഗം വരും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശു തന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അവൻ മധ്യാകാശത്തിൽ വരും. ഹല്ലേലൂയ. മധ്യാകാശത്തിന്റെ മണിപ്പന്തലിൽ യേശു വരും. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട് മധ്യാകാശത്തിൻ മണിപ്പന്തലിൽ യേശുവിനോട് ഒരുമിച്ച് പറന്നു ഉയരണമെന്ന്. ഹല്ലേലൂയ. പിതാവേ, സ്തോത്രം സ്തോത്രം പിതാവേ. അപ്പാ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സ്വർഗത്തിലെ ആ മണിപ്പന്തൽ ഒരുങ്ങി കഴിഞ്ഞുവെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പാ, സ്തോത്ര സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. ആ മണിപ്പന്തലിൽ നമുക്കും പറന്നുയരുവാൻ ഹല്ലേലൂയ നമുക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തായി സേവനത്തിന് വേണ്ടിയുള്ള ചില ഒരുക്കങ്ങൾ. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചില ഒരുക്കങ്ങൾ. ഹല്ലേലൂയ. തന്റെ കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യത്തെക്കുറിച്ചും യേശു ഹല്ലേലൂയ കർത്താവ് അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ക്ഷീണങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. അതെ, യേശു അറിയുകയാണ് എന്തെല്ലാം. തന്റെ കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യത്തെക്കുറിച്ചും യേശുവിന് അറിയാൻ ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ചില വേദനാ വിഷയങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന എന്റെ വേദനകൾ ആരും കണ്ടില്ലല്ലോ എന്ന്. പ്രിയ മകനെ, മകളെ, നിന്റെ വേദനകൾ എന്റെ യേശുവിനെ നന്നായി അറിയാം. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങൾ, ഹല്ലേലൂയ, അവന്റെ കരങ്ങളിലേക്ക് നിന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കൂ. നിന്റെ ഭാരങ്ങൾ അവൻ അറിയാം. നിന്റെ ക്ഷീണങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭർത്താവിന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ, നിന്റെ മക്കൾക്ക് അറിഞ്ഞുകൂടാ നിന്റെ ഭാരങ്ങൾ എന്തെല്ലാം, ക്ഷീണങ്ങൾ എന്തെല്ലാം എന്ന്. പക്ഷെ എന്റെ യേശുവിന് അറിയാം. ഹല്ലേലൂയ. അവൻ നിന്റെ ക്ഷീണങ്ങൾ മാറ്റുവാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാം എന്ന് എന്റെ യേശുവിന് അറിയാം. ഹല്ലേലൂയ. അവൻ നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ഓ, നിന്റെ സ്വപ്നങ്ങൾ, ഹല്ലേലൂയ, നിന്റെ സ്വപ്നങ്ങൾ മറ്റാർക്കും അറിഞ്ഞുകൂടാ, പക്ഷെ എന്റെ യേശു നിന്റെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം കർത്താവ് അറിയുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. തന്റെ കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യത്തെക്കുറിച്ചും യേശു അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഓ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഒരുക്കങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ചിന്തിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, എന്താണ് യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ? അതെ, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40-ാമത്തെ ദിവസം അവൻ സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. ഓ, അവൻ ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഹല്ലേലൂയ. നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതേ പ്രിയപ്പെട്ടവരെ, കരുണ ലഭിക്കണമോ, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ വേണമോ, നാം അവന്റെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക എന്ന്. അതേ, സ്വർഗരാജ്യത്തിൽ അവൻ കൃപാസനത്തിൽ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പിതാവിന്റെ അരികിൽ ഇരിക്കുകയാണ്. ആ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ. ഹല്ലേലൂയ. സർവത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം അവന്റെ കൃപാസനത്തിന് അടുത്ത് കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന്. അതെ, നാം ഈ ഭൂമിയിൽ
ഇരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ അരികിലേക്ക് എത്താൻ പ്രിയപ്പെട്ടവരെ. അവന്റെ പാദപീഠത്തിലേക്ക് കിടന്നു ചെന്ന് നമുക്ക് വേണ്ടി കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. ഹല്ലേലൂയ. അവൻ ആവശ്യമായിരിക്കുന്ന കൃപകൾ നമുക്ക് പകരും. ഹല്ലേലൂയ. Therefore, since we have a great high priest who has gone through the heavens, Jesus the Son of God, let us hold firmly to the faith we profess. For we do not have a high priest who is unable to sympathize with our weaknesses, but we have one who has been tempted in every way just as we are, yet was without sin. Let us then approach the throne of grace with confidence, so that we may receive mercy and find grace to help us in our time of need. അതേ പ്രിയപ്പെട്ടവരെ, കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. ഏത് നിമിഷവും ഓടിച്ചെല്ലാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവൻ പിതാവിന്റെ അരികിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അടച്ചുകൊണ്ട് കൃപാസനത്തിന്മേൽ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അവൻ കൃപാസനത്തിൽ ഇരിക്കുന്ന കാലമാണ്. ഇത് കൃപായുഗമാണ് പ്രിയപ്പെട്ടവരെ. ഏത് പാപിക്കും ഓടി അവന്റെ അരികിലേക്ക് വരാം. ഹല്ലേലൂയ. എത്ര കൊടും ക്രൂരം പ്രാപിക്കും. ഹല്ലേലൂയ. എത്ര കൊലപാതകം ചെയ്തവനും, എത്ര ഭ്രൂണഹത്യ നടത്തിയവനും, ഹല്ലേലൂയ, എത്ര വ്യഭിചാരത്തിൽ വീണവനും, ഹല്ലേലൂയ, എത്ര മാത്രം വലിയ പാപത്തിൽ വീണവനും ഓടിച്ചെല്ലാം. ഹല്ലേലൂയ. ഇന്ന് ശപിക്കുന്ന കാലമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചാൽ ആ ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന കാലമാണ്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ഇന്ന് പേരെഴുതി കിട്ടണം. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങളുടെ പേരും കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതി എന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് ചിന്തിക്കാം. 1 കൊരിന്ത്യർ 13-13 വാക്യങ്ങൾ. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അതെ പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ നാം മുഖാമുഖമായി കാണും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് മുഖാമുഖമായി ആ അപ്പനെ കാണണമെന്ന്? ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. സ്വർഗരാജ്യം നാം കാണുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നത് പോലെ നാം കാണുന്നു. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെയെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് വിശ്വാസമുണ്ട് സ്വർഗത്തിൽ അപ്പനുണ്ട് എന്ന്? ഒരു സ്വർഗത്തിലുള്ള വിശ്വാസം, സ്വർഗത്തിലെ പിതാവിനുള്ള വിശ്വാസം, പുത്രനിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിനുള്ള വിശ്വാസം, ദൈവദൂതന്മാരിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസം, പ്രത്യാശ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ സ്വർഗീയ പ്രത്യാശ ഉണ്ട്? ഹല്ലേലൂയ. സ്നേഹം. ഹല്ലേലൂയ. ദൈവത്തെ എത്ര പേർക്ക് സ്നേഹമുണ്ട്? പിതാവിനെ എത്ര പേർ സ്നേഹിക്കുന്നു? പുത്രനാം ദൈവത്തെ എത്ര പേർ സ്നേഹിക്കുന്നു? പരിശുദ്ധാത്മാവിനെ എത്ര പേർ സ്നേഹിക്കുന്നു? പ്രിയപ്പെട്ടവരെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാം സ്നേഹിക്കുക. അവരിൽ കൂടി, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ കൂടി മറ്റുള്ളവരെയും നാം സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. Now we see but poor reflection as in a mirror. Then we shall see face to face. Now I know in part, then I shall know fully, even as I am fully known. And now this there remain, faith, hope, and love. But the greatest of these is love. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ നാം മുഖാമുഖമായി കാണും. ഹല്ലേലൂയ. അതേ, നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, എന്നാൽ മുഖാമുഖമായി കാണുന്ന നാളുകൾ അധികം വിദൂരമല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അടുത്തായി വീണ്ടും നമുക്ക് ചിന്തിക്കാം. 2 തിമോത്തിയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു എന്ന്.
അതെ, ദൈവം നമ്മെ ഒരുക്കുകയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്ഥീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് അതെ നാം ചിന്തിച്ചു. മനുഷ്യന് പ്രാകൃത അവസ്ഥയുണ്ട്, ജഡിക അവസ്ഥയുണ്ട്. അവനൊരു ദൈവിക മനുഷ്യനായി മാറ്റപ്പെടുവാൻ ദൈവം അധ്വാനിക്കുകയാണ്. അതിന് എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്ഥ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മെ ചിലപ്പോൾ ഉപദേശിക്കും, പരിശുദ്ധാത്മാവാം ദൈവം ചിലപ്പോൾ നമ്മെ ശാസിക്കും, പരിശുദ്ധാത്മാവാം ദൈവം ഗുണീകരിക്കും. ഹല്ലേലൂയ. ചില നീതിയിലെ അഭ്യാസങ്ങൾ നമുക്ക് നൽകും. ഹല്ലേലൂയ. അതെ, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്ഥ്യമാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിൽ ഓരോ വാക്കിലും ദൈവത്തിന്റെ ശ്വാസമാണ് എന്ന്? അതെ പ്രിയപ്പെട്ടവരെ, ഈ ഇതിലെ ഓരോ വാക്കിന്റെയും ശക്തി ദൈവത്തിന്റെ ശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഈ തിരുവെഴുത്ത്, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്ഥ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. All scripture is God-breathed and is useful for teaching, rebuking, correcting and training in righteousness, so that the man of God may be truly equipped for every good work. Hallelujah. അതെ പ്രിയപ്പെട്ടവരെ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നാം വായിക്കുമ്പോൾ, നാം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ ശ്വാസം നിന്റെ മേൽ അടിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ക്ഷീണങ്ങളെല്ലാം മാറുകയാണ്. ഹല്ലേലൂയ. നിന്റെ രോഗങ്ങളെല്ലാം മാറുകയാണ്. ഹല്ലേലൂയ. നിന്റെ വേദനകളെല്ലാം മാറുകയാണ്. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം സ്വർഗ്ഗത്തിലെ ദൈവം സാധിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് എങ്ങനെ ഒരുങ്ങണമെന്ന് ചിന്തിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-18 വാക്യങ്ങൾ. എങ്ങനെ ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തുവാൻ? ഹല്ലേലൂയ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാതനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിനെന്ന്. അതെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഒരുങ്ങണമെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ ക്രിസ്ത്യാനികളോട് പറയുകയാണ്. ഹല്ലേലൂയ. രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. ഹല്ലേലൂയ. ഇവ കൈക്കൊള്ളണം പ്രിയപ്പെട്ടവരെ. ആത്മാവിൽ രക്ഷ എന്ന ശിരസ്ത്രം ഇന്ന് വേണമോ പ്രിയപ്പെട്ടവരെ? രക്ഷകനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കൂ നിങ്ങളുടെ ആത്മാവിലേക്ക്. ഹല്ലേലൂയ. ആത്മാവിൽ രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിനെന്ന്. ഹല്ലേലൂയ. അതേ, സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. അതേ പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും. ഹല്ലേലൂയ. സകല വിശുദ്ധന്മാർക്കും വേണ്ടിയും എനിക്കും വേണ്ടിയും പ്രാർത്ഥിപ്പിനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. Take the helmet of salvation and the sword of the Spirit, which is the word of God, and pray in the Spirit on all occasions with all kinds of prayers and requests. With this in mind, be alert and always keep on praying for all the saints. അതെ, സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിനെന്ന്, ആത്മാവിൽ പ്രാർത്ഥിപ്പിനെന്ന്, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കാനെന്ന്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിനെന്ന്. ഹല്ലേലൂയ. ഈ ദൈവവചനം, ഹല്ലേലൂയ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസമാണ്. ഹല്ലേലൂയ. അവസാനമായി നമുക്ക് ഫിലിപ്പിയർ 4-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. I can do everything through him who gives me strength.
അതേ പ്രിയപ്പെട്ടവരെ, നീ തളർന്നു പോകുമ്പോൾ നിനക്ക് പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന്. ഹല്ലേലൂയ. നീ ചില പരീക്ഷകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിനക്ക് പറയാം, ഹല്ലേലൂയ, നിന്റെ പരീക്ഷാ ഹാളിൽ നിനക്ക് പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ശക്തീകരിക്കുന്ന ദിവസമാക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദിവസമാക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, തുടർന്നും അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ജീവിപ്പിക്കുന്ന വചനം ഞങ്ങളെ കേൾപ്പിക്കണമേ, സൗഖ്യമാക്കുന്ന വചനം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രയും സമയം അവിടെ ഞങ്ങളോട് ചന്തമായി ഇടപെട്ടതിന് നന്ദി പിതാവേ. തുടർന്ന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ സന്ദർശിക്കണമേ. കർത്താവെ, സ്തോത്രം. വീണ്ടും വചനം ഞങ്ങളെ കേൾപ്പിക്കണമേ കർത്താവേ. അപ്പാ സ്തോത്രം കർത്താവേ. തന്നെല്ലാം നമ്മൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയം നിങ്ങളോടൊപ്പമായിരിക്കാൻ, ഈ പുതുവർഷത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവിന്റെയും ആയുസ്സിനെ നീട്ടിത്തന്നല്ലോ. ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ അതീവ സന്തോഷത്തോടെ ഞാൻ ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസം വളരെ ബദ്ധപ്പാടോടെ ആയിരുന്നു. കായംകുളത്ത് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷമായി ഇവിടെ ദീർഘദൂര സഞ്ചരിച്ച് കടന്നു വരുവാൻ, തക്ക സമയത്ത് കടന്നു വരുവാൻ സ്വർഗത്തിലെ അപ്പനെ സഹായിച്ചു തോർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇന്ന് നടത്തുവാൻ ശക്തനാണ്. ഒരു വർഷം കൂടി നമ്മളെ നിർത്തിയത്, ഒരു വർഷം കൂടി നീ ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞത് നമ്മളിൽ ഫലം കായ്ക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മളിൽ ഫലം കായ്ക്കുന്നുവെങ്കിൽ ജീവനും ചൈതന്യവും വിശുദ്ധിയും ഉള്ളവരായി തീരുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. എന്നെ കേൾക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർ, ദാസിമാർ, ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രവിക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കഴിഞ്ഞ ഒരു വർഷക്കാലം സന്തോഷമായി സമാധാനപരമായി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയാം. ഈ പുതുവർഷത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സ്വർഗം എന്നെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ എന്റെ ജീവിതത്തിൽ ഭാഗ്യപദവികളെ ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കഴിവല്ല, നമ്മുടെ പാരമ്പര്യമല്ല, നമുക്ക് യാതൊന്നും പുകഴുവാനില്ല ദൈവമക്കളെ. ദൈവം തന്ന ആയുസ്സും ദൈവം തന്ന ആരോഗ്യവും ഒന്ന് മാത്രമാണ്. ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ വാഴ്ത്താം. എന്നെ സന്തോഷിപ്പിച്ചതായ ഒരു പാട്ട് പാടിക്കൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാടിനേക്കുണ്ട്
ഇന്നുവരെ അത് കുറഞ്ഞിട്ടില്ല. എന്താകും തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും പറ്റിപ്പോകില്ല. എന്താകും തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും പറ്റിപ്പോകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്. ഒരു നാളും പോരടില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്. ഒരു നാളും അടയുകില്ല. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാർവ്. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയല്ല. ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയല്ല. ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താൽ നയിച്ച പിതാ. ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയല്ല. ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താൽ നിജദിനാ. ആമേൻ. എന്നും നടത്തുന്ന അപ്പുവിന്റെ കര ഒരു നാളിലും കുറഞ്ഞിട്ടില്ല. അവന്റെ ശബ്ദം കേൾപ്പാൻ, നമ്മുടെ ശബ്ദം കേൾപ്പാൻ, നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേൾപ്പാൻ, നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾപ്പാൻ, നമ്മുടെ ആവലാദികളുടെ ശബ്ദം കേൾപ്പാൻ, നമ്മുടെ എല്ലാ പരാതികളും കേൾക്കുവാൻ അവന്റെ കാതി ഇന്നും തുറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെ എന്നെ നടത്തിയ ദൈവം ഇന്നുവരെ നടത്തുവാൻ ശക്തനാണ്. നിങ്ങളെ ഓരോരുത്തരെയും നടത്തിയ ദൈവം ഇന്നുവരെ നടത്തുവാൻ ശക്തനാണ്. ഇന്നു മുതലല്ല, നമ്മുടെ ജനനം മുതൽ നമ്മുടെ ജീവ പര്യന്തം വരെ വഴി നടത്തുവാൻ ശക്തനായ ഒരു ദൈവം ഈ രാത്രിയിൽ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. മനുഷ്യ കരങ്ങളൊക്കെ മറ്റുപോകുമ്പോൾ, സ്വന്തം ബന്ധങ്ങൾ അറ്റുപോകുമ്പോൾ, അറ്റുപോകാത്ത അമ്മാർവോട് ചേർക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, അതാണ് ഇന്നും നമ്മളെ ഓരോരുത്തരെയും നടത്തുവാൻ കഴിയുന്നത്. നാം ദിനം പ്രതി കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. യൗവനക്കാരായ മക്കൾ, യൗവനക്കാരായ സഹോദരങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആത്മഹത്യയിലേക്കും അപകട മരണങ്ങളിൽ പെട്ടു കൊല്ലിനും കൊലയ്ക്കുമായി നെട്ടോട്ടമോടുമ്പോൾ, ഒരു ഭവനത്തിന് സമാധാനമില്ലാതിരിക്കുമ്പോൾ നമ്മെ വീണ്ടെടുത്ത കർത്താവ്
നമുക്ക് സമാധാനം തന്നിട്ട് പോയിട്ടുണ്ട്. ആ സമാധാനം പ്രാപിക്കുവാൻ, ആ സമാധാനം അനുഭവിക്കുവാൻ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? നമ്മുടെ ഓരോ ഭവനങ്ങളും എടുത്തു നോക്കുമ്പോൾ, നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നാം നെട്ടോട്ടം ഓടുമ്പോൾ, പലപ്പോഴും നാം ദൈവത്തെ മറന്ന് നടക്കുമ്പോൾ ദൈവിക സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ ഭവനാന്തരീക്ഷത്തിലെ ഏകനായിരുന്ന് ഞരങ്ങി നിലവിളിക്കുമ്പോൾ നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കർത്താവ്, കാത് കൂർപ്പിച്ച് നമ്മുടെ ശബ്ദം കേട്ട് നമുക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, യഹോവേ, നീ ഞങ്ങൾക്കായി സമാധാനം നിയമിക്കും, ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാ ഇങ്ങനെ വിളിച്ചു പറയുന്നു. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവേ, നീ ഞങ്ങൾക്കായി സമാധാനം നിയമിക്കും, യഹോവേ, നീ ഞങ്ങൾക്കായി സമാധാനം നിയമിക്കും. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഭവനങ്ങളിൽ നിന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയാം, ഈ വാക്യം ഒന്നേറ്റ് പറയുക. യഹോവേ, നീ ഞങ്ങൾക്കായി സമാധാനം നിയമിക്കും, യഹോവേ, നീ ഞങ്ങൾക്കായി സമാധാനം നിയമിക്കും, യഹോവേ, നീ ഞങ്ങൾക്കായി സമാധാനം നിയമിക്കും. ഒരിടത്തും സമാധാനം ലഭിക്കാതെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കഴിവോ മിടുക്കോ പാരമ്പര്യമോ സ്വത്തുക്കളോ പദവിയോ വിദ്യാഭ്യാസമോ ഉയർച്ചയോ താഴ്ചയോ ഒന്നുമല്ല ദൈവം നോക്കിയത്. തന്റെ അരമ സൃഷ്ടി നഷ്ടപ്പെട്ടു പോകാതെ സമാധാനമില്ലാത്തവർക്ക് സൗജന്യമായി സമാധാനം നൽകി കൊടുക്കുന്നു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്ര പേർ അസമാധാനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിക്കുകയാണ്. ഞങ്ങളുടെ സകല പ്രവർത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. നമ്മുടെ സകല പ്രവർത്തികളും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം എന്തെന്ന് ദൈവത്തോട് ഉള്ളു തുറന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് സമാധാനം നൽകി തരുവാൻ ശക്തനാണ്. അവൻ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു പോകുന്നതല്ല. അവൻ നമ്മുടെ കണ്ണുനീർ കണ്ട് മറികടക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു നീക്കി നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കി ആ നിത്യത്തിലേക്ക് നമ്മെ ചേർക്കുവാൻ, തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ അവൻ കടന്നു പോയിരിക്കുന്നു. പോയതുപോലെ തന്നെ മടങ്ങി വന്ന് തന്റെ സൃഷ്ടിയെ, തന്റെ മക്കളെ ചേർക്കുവാൻ അവൻ മധ്യാകാശത്തിൽ വേഗം വരുന്ന കാലഘട്ടം ആസന്നമായിരിക്കുന്നു. സംഭവങ്ങൾ ഓരോന്നും വിളിച്ചറിയിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഇന്ന് എല്ലാ ഭവനങ്ങളിലും രോഗികളുണ്ട്, ഇന്ന് എല്ലാ ഭവനങ്ങളിലും ദുഃഖിതരുണ്ട്. സമാധാനം കണ്ടെത്തുവാൻ കഴിയാതെ ഒന്നിനു പിറകെ ഒന്നായി, ഹല്ലേലൂയ, തലമുറകളെ കുറിച്ചോർത്ത് വിലപിക്കുന്ന അനേകം മാതാപിതാക്കളെ കാണാൻ കഴിയുന്നു. ഇന്ന് നാം പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ന്യൂസ് ചാനലുകൾ എടുത്തു നോക്കുമ്പോൾ, ഹൃദയവേദനയോടെ ഞാൻ പറയട്ടെ, 12 വയസ്സ് മുതൽ ഇങ്ങോട്ടെല്ലാ കുഞ്ഞുങ്ങളും ആത്മഹത്യ ഒരു ഭാഷനായി കണ്ടെത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, സമാധാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ഒന്ന് വഴക്ക് പറയുമ്പോൾ, ഹല്ലേലൂയ, അടുത്ത സ്റ്റെപ്പ് മറ്റൊന്നും ചിന്തിക്കുന്നില്ല അവര്. ഹല്ലേലൂയ. തങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറന്നുകൊണ്ട്, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് കടന്നു പോന്നു. എന്തുകൊണ്ടാണ്? ജീവനുള്ള ദൈവത്തിന്റെ നന്മ കാണുവാൻ കഴിയാതെ, സമാധാനമില്ലാതെ, തങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാതെ, ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ തന്നെ മരണപ്പെട്ട് തന്റെ നിത്യ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം.
ഹല്ലേലൂയ. എത്ര പേർക്ക് കഴിയും, എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, എത്ര പേർക്ക് സമർപ്പിക്കുവാൻ സാധിക്കും? തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദേശത്തൊരു മാതാപിതാക്കളുണ്ടെങ്കിൽ, ദേശത്തൊരു സഹമഹാനങ്ങളുണ്ടെങ്കിൽ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവ സമാധാനം നൽകി തരും. ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ തക്കോണം ഇടയാകും. അബ്രഹാമിന്റെയും ലോത്തിന്റെയും ചരിത്രം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത് തിരഞ്ഞെടുത്ത ദേശം ദുഷ്ടന്മാരാൽ നിബിഡമായ ഒരു ദേശം. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത ദേശം, അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ കൊല്ലിനും കൊലയ്ക്കും വഴിതെറ്റിപ്പോകുന്ന ഒരു തലമുറയുടെ നടുവിൽ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ അബ്രഹാം തന്റെ സഹോദരപുത്രന് വേണ്ടി യാചിക്കുകയാണ്. കർത്താവേ, 50 നീതിമാന്മാർ ആ ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കരുത്. 50 പറഞ്ഞു, 10 പറഞ്ഞു, അങ്ങനെ എണ്ണം പറഞ്ഞു വന്നപ്പോൾ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കരുതേ എന്ന് ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ. തന്റെ സഹോദരപുത്രൻ നഷ്ടപ്പെടരുതെന്നുള്ള ഒറ്റ കാഴ്ചപ്പാടോടുകൂടെ അബ്രഹാം നിലവിളിച്ചപ്പോൾ ആ മഹാകഷ്ടത്തിൽ നിന്ന് ലോത്തിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് ആ ദേശത്തെ ഉന്മൂലനാശം വരുത്തുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ആകയാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കും ഒന്നും കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ അവരവരിയ്ക്കുന്ന ഭവനങ്ങളിൽ വെച്ച്, അവരവരിയ്ക്കുന്ന സ്ഥാനങ്ങളിൽ വെച്ച് നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ദേശത്തിന് വേണ്ടി, നശിച്ചു പോകുന്ന ഭവനങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് ദേശത്തെ വിടുവിക്കുവാൻ സഹായിക്കും, നമ്മുടെ മക്കളെ വിടുവിക്കുവാൻ സഹായിക്കും. ഈ പുതുവർഷത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാവരും പരസ്പരം പ്രാർത്ഥനയുള്ളവരായി ദൈവത്തെ ജീവിതത്തിൽ കൈക്കൊണ്ട്, മനസ്സിൽ കൈക്കൊണ്ട്, യേശു മാത്രം കർത്താവെന്ന് വായ്കൊണ്ടേറ്റി പറഞ്ഞ് കർത്താവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ രക്ഷ വന്നിരിക്കുന്നു. സൗജന്യമായി കർത്താവ് നൽകിയിരിക്കുന്നു. ഒരു പൈസ പോലും നമുക്ക് കൊടുക്കേണ്ടതില്ല. ആരുടെയും റെക്കമെൻഡേഷന്റെ ആവശ്യമില്ല. നമുക്ക് ഇന്ന് രാത്രി സൗജന്യമായി ദൈവം നമുക്ക് തന്ന ഹല്ലേലൂയ ആ സൗജന്യ രക്ഷയെ കരസ്ഥമാക്കുവാൻ എത്ര പേർ ഹല്ലേലൂയ ആകാംക്ഷയോടെ ആയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ രോഗക്കിടക്കയിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ പലവിധ വ്യാകുലതയാൽ ഭാരപ്പെട്ട് ആരോടും പറയുവാൻ കഴിയാത്ത ഭാരവുമായി നിലവിളിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. ഇങ്ങനെ ആര് പറയും? ഒരു മാതാവിന് പറയുവാൻ പറ്റുമോ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക എന്ന്? ഒരു പിതാവിന് പറയുവാൻ പറ്റുമോ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക എന്ന്? ഒരു ഭർത്താവിന് പറയുവാൻ സാധിക്കുമോ? ഒരു ഭാര്യയ്ക്ക് പറയുവാൻ സാധിക്കുമോ? ഒരു കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ നിന്റെ സകല ഭാരങ്ങളും എന്റെ മേൽ വെച്ചുകൊള്ളുവാൻ? ആർക്കും കഴിയില്ല ദൈവമക്കളെ. അത് പറയണമെങ്കിൽ സമാധാനം തന്ന കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ആകയാൽ ഈ രാത്രിയിൽ ദൈവിക സമാധാനം പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഞാൻ നിങ്ങളെ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിൽ ശീമോനുള്ളതായിരുന്നു.
ഒന്നിൽ അവൻ കയറി. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. സുപരിചിതമായ ഒരു വചനമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞു, ഞാൻ ഞങ്ങൾക്ക് സമാധാനം നൽകി തരും. നിന്റെ സകല പ്രവൃത്തികളിലും ദൈവത്തിന്റെ സ്ഥാനത്തിൽ കൂടെ ഇരിക്കും. സമാധാനമില്ലാതെ പകലന്തിയോളം അധ്വാനിച്ച ഒരു പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. ഗന്നസരത്ത് തടാകത്തിന്റെ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് കാതു കൂർപ്പിച്ച് നിൽക്കുമ്പോൾ, വലിയ ജനാവലി നിൽക്കുമ്പോൾ യേശു കാണുകയാണ്, തന്റെ ശിഷ്യനായ പത്രോസിനെ കാണുകയാണ്. 2 പടക് കരയിൽ വച്ചിട്ട് അവർ വല കഴുകുകയാണ്. കരയിൽ കെട്ടിയിട്ട്, പടക് എന്ന് പറയുന്നത് കരയിൽ കെട്ടിയിട്ട് നിൽക്കുകയാണ്. കരയിൽ കെട്ടിയിട്ടില്ല എങ്കിൽ ഈ ഓളങ്ങൾ വന്നിട്ട് പടക് അങ്ങോട്ടും ഇങ്ങോട്ടും മുരഞ്ഞ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകാം. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിനാണ് കരയിൽ ആ പടക് കെട്ടിയിട്ടിരിക്കുന്നത്. കെട്ടിയിട്ട് നിന്നിട്ട് അവർ തങ്ങളുടെ വല കഴുകുകയാണ്. മീൻപിടുത്തത്തെ കുറിച്ചും കടലിന്റെ ആഴങ്ങളെ കുറിച്ചും കടലിലുള്ള സകല വസ്തുവകകളെ കുറിച്ചും പാരമ്പര്യമായി അറിയാവുന്ന ഒരാളാണ് പത്രോസ്. അപ്പോൾ തന്നെ അവൻ എല്ലാ ദിവസവും അധ്വാനിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവന് മീനും കിട്ടുന്നുണ്ട്. എന്നാൽ അന്നത്തെ ഒരു ദിവസം രാത്രി മുഴുവൻ പകലന്തിയോളം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശയോടെ തന്നെ പടക് കെട്ടിയിട്ടിട്ട് വല കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പുരുഷാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു പത്രോസിനെ കാണുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ എത്ര പേർ സമാധാനമില്ലാതെ ഇന്ന് രാത്രിയിലായിരിക്കുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ, എത്ര പുരുഷാരമുണ്ടായിരുന്നാലും യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിന്റെ കണ്ണുനീർ കാണുന്നത് കൊണ്ട് ഈ രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുക. യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ്, നിന്റെ പടക് കരയിൽ നിന്ന് അല്പം നീട്ടുക. നിന്റെ ജീവിതമാകുന്ന പടക് കരയിൽ നിന്ന് അല്പം നീക്കുക. കരയിൽ കെട്ടിയിട്ടാൽ നിനക്ക് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. അതുകൊണ്ട് നിന്റെ പടക് അല്പം കരയിൽ നിന്ന് നീക്കുക. ദൈവത്തിന്റെ വാക്കിന് മുൻപിൽ നിന്റെ പടക് നീക്കുമ്പോൾ താൻ ആ പടകിലേക്ക് കയറുവാനിടയാകും. നിത്യസമാധാനമായി യേശു നിന്റെ പടകിൽ കയറിയാൽ അവിടം തൊട്ട് നിനക്ക് ഒരു പുതിയ സീസൺ ഓപ്പൺ ആകുകയാണ്. ഹല്ലേലൂയ. നിന്റെ പടകിൽ യേശു കയറിയാൽ, യേശുവിന്റെ വാക്കിന് മുൻപിൽ നിന്റെ പടക് കെട്ടിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അല്പം നീക്കുക എന്ന് പറയുമ്പോൾ, ആ വാക്ക് കേട്ടനുസരിച്ചാൽ ഇന്ന് നിന്റെ ശൂന്യത മാറുകയാണ്. നീ ആഗ്രഹിക്കുന്ന അളവിലായി തീരുവാൻ യേശു കർത്താവ് നിന്നെ സഹായകനായി നിന്റെ സമീപത്ത് വന്നിരിക്കുകയാണ്. നിരാശയോടെ വല കഴുകി ഒന്നും കിട്ടാഞ്ഞിട്ട് ഭവനാന്തരീക്ഷത്തിൽ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയോടെ ആയിരിക്കുമ്പോഴാണ് യേശു കർത്താവ് പറയുന്നത്, നിന്റെ പടക് കരയിൽ നിന്ന് അല്പം നീക്കുക. ഹല്ലേലൂയ. കരയിൽ നിന്ന് പടക് നീക്കിയപ്പോൾ യേശു പുരുഷാരവുമായി ദൈവവചനം സംസാരിക്കുവാനിടയായി. എന്താണ് സംസാരിച്ചത്? അവിടെ കൂടി വന്നവരാരും സമാധാനമുള്ളവരായിരുന്നില്ല, ആരോഗ്യമുള്ളവരായിരുന്നില്ല. ഹല്ലേലൂയ. പലവിധമായ ഭാരങ്ങളും നിരാശകളോടും കൂടി യേശുവിന്റെ വായിൽ വചനങ്ങളെ കേൾക്കുവാൻ ആ തടകരയിൽ നിന്നപ്പോൾ, ഹല്ലേലൂയ, പത്രോസിന്റെ പടകിൽ കയറി നിന്നുകൊണ്ട് യേശു പുരുഷാരത്തോട് വചനം സംസാരിക്കുകയാണ്.
വചനം സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വല വീശുക. ഹല്ലേലൂയ. കർത്താവിന്റെ മാധുര്യമേറിയ ശബ്ദത്തിന് മുൻപിൽ അവൻ പറയുകയാണ്, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്. രാത്രി മുഴുവൻ ഈ കടൽക്കരയിലായിരുന്നു. ഒരുപാട് ഞങ്ങൾ തിരഞ്ഞു, ഒരുപാട് കഷ്ടപ്പെട്ടു, എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലപ്പാ. എന്നാൽ ഞങ്ങളുടെ അപ്പം പറഞ്ഞത് കൊണ്ട് നിന്റെ വാക്കിനെ ഞങ്ങൾ വലയിറക്കാം. അവിടെ ഒരു പദം പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ, കർത്താവ് പറയുന്നത് അനുസരിക്കുമ്പോൾ, യേശു നിന്റെ പടകിൽ കയറുവാൻ അനുവദിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ, നിന്റെ ശൂന്യതകളകന്ന്, ഹല്ലേലൂയ, നിന്റെ പടകിൽ യേശു ക്രിസ്തു സംസാരിച്ചു തുടങ്ങുമ്പോൾ, അവന്റെ വാക്കിന് മുൻപിൽ നീ വലയിറക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് വരെ ലഭിക്കാത്തതായ നന്മകൾ, ഹല്ലേലൂയ, ഇന്ന് വരെ ലഭിക്കാത്തതായ, ഹല്ലേലൂയ, ആരോഗ്യം, ഇന്ന് വരെ ലഭിക്കാത്തതായ സമാധാനം നിനക്ക് ലഭിക്കുവാനിടയായി. ഹല്ലേലൂയ. രാത്രി മുഴുവൻ മനുഷ്യനായി നമ്മൾ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരിക്കുമ്പോൾ, യേശുവിന്റെ വാക്കിന് മുൻപിൽ പത്രോസ് വലയിറക്കിയപ്പോൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പെരുത്ത 153 മത്സ്യം, ഹല്ലേലൂയ, ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒരു പടകിൽ കയറി വല വീശി, ഹല്ലേലൂയ, 2 പടക് നിറയത്തക്ക രീതിയിൽ, ഹല്ലേലൂയ, മത്സ്യം ലഭിക്കുവാനിടയായി. എന്താണ് നിന്റെ ഉള്ള അവസ്ഥ കർത്താവിനോട് പറഞ്ഞുവെങ്കിൽ, നീ ആയിരിക്കുന്ന മണ്ഡലത്തെ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിന്റെ ശൂന്യതകളെ അകറ്റി നിറവാർന്ന, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആ നന്മകളെ പ്രാപിക്കുവാൻ കഴിയും. ഇന്ന് വരെ നീ സമാധാനം അനുഭവിച്ചിട്ടില്ലേ? ദൈവത്തിന് സമർപ്പിക്കുക. ഹല്ലേലൂയ. ഈ രാത്രി ദൈവം നിനക്ക് സമാധാനം നൽകി തരും. നീ രോഗക്കിടക്കയിലായിരിക്കുന്നുവോ? ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവിടെ കടന്നു വന്നില്ല എങ്കിലും ആ കിടക്കമേൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറയുക, യേശുവേ, അപ്പാ, എന്റെ പടക് നിന്നിൽ സമർപ്പിക്കുന്നു. നീ എന്റെ പടകിൽ രാത്രിയിൽ കയറിയാൽ എനിക്ക് സൗഖ്യം വരും. വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വലിയ മഹത്വം കാണുവാനിടയാവും. കിടക്കമേൽ കിടന്നുകൊണ്ട് ഞരങ്ങേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നീക്കുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ, നിന്റെ ബെഡിനരികിൽ വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളിൽ കടകടോന്ന് ദൈവമക്കളെ, നിനക്ക് അല്പമേ ഉള്ളൂ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, അല്പത്തിൽ വിശ്വസനായാൽ അധികത്തിന് വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ അലമുറയിടുന്നുവെങ്കിൽ, നീ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നീതിമാൻ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ അവകാശമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. ലോകം അവരെ പകയ്ക്കുവാനല്ല, ലോകം അവരെ പുച്ഛിച്ച് തള്ളുവാനല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മുടെ അവകാശമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഒരു ദുഷ്ടനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൃഷ്ടി വെക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. സ്വർഗീയ ദൂതന്മാരെ അയച്ച് അവരെ കാവൽ ചെയ്യും. അവർ പരിശുദ്ധാത്മാവ് തന്നെ അവരെ നിയന്ത്രിക്കും. അവർ നടക്കേണ്ടുന്ന പാത അവർക്ക് കാട്ടിക്കൊടുക്കും. യൗവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാനല്ല. ഹല്ലേലൂയ. ദൈവം കൊടുക്കുന്ന ആയുസ്സിൽ കർത്താവിനെ സ്വീകരിച്ചാൽ ആയുസ്സും ആരോഗ്യവും ബലവും നൽകിക്കൊടുത്ത് നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ നിന്റെ തലമുറകൾ മുഖാന്തരം നീ നന്മകളെ കാണുവാൻ ദൈവം ഇടയാക്കി തീർക്കും. അങ്ങനെ നമ്മൾ നീതിമാന്മാരാണോ? നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടെ പക്കൽ നീതി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ തലമുറകളെ ഒരിക്കലും ദൈവം അനാഥരായി വിടത്തില്ല. ഹല്ലേലൂയ.
നശിച്ചു പോവാൻ അവൻ സമ്മതിക്കില്ല. ഈ ദിവസങ്ങളിലൊക്കെ പരീക്ഷാ കാലഘട്ടങ്ങളാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ടെൻഷനാണ് പരീക്ഷയെ നേരിടുന്നത്. ഇന്ന് രാത്രിയിൽ പഠിക്കുവാൻ കഴിയാതെ വന്നു ഭാരപ്പെടുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏത് വിഷയത്തിന്മേൽ ഹല്ലേലൂയ ഭാരപ്പെടുന്നു, ആ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. യേശുപ്പച്ചാ, എനിക്ക് സബ്ജക്റ്റ് പാടാണ്, ഇന്ന് രാത്രിയിൽ ഇതിനെ നീ മാറ്റം തന്ന് എനിക്ക് പഠിക്കുവാൻ ആവശ്യമാണ് ബുദ്ധിയും ജ്ഞാനവും വിവേകവും തന്ന് പരീക്ഷയിൽ ഉന്നത മാർക്ക് മേടിക്കുവാൻ, എന്റെ മാതാപിതാക്കളുടെ അധ്വാനത്തിന്, എന്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടിന് ഞാൻ റിസൾട്ട് നൽകി കൊടുക്കേണ്ടതിന് എന്റെ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ നിനക്ക് ലഭിക്കാത്തതായ ദൈവീയ ജ്ഞാനം ഹല്ലേലൂയ അവൻ നൽകി തരുവാനിടയാകും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ആകയാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിരാശ അനുഭവിക്കരുത്, നിങ്ങൾ സങ്കടം അനുഭവിക്കരുത്. യേശുവിൽ നിന്റെ ജീവിതം സമർപ്പിച്ചാൽ നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു ദൈവമാണ്. നിന്റെ ശൂന്യതകളെ അകറ്റി ഹല്ലേലൂയ നിന്റെ പടവിനെ നിറയ്ക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ വാക്കിന് മുൻപിൽ നീ സമർപ്പിക്കുക. ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുവാനിടയായും. ഹല്ലേലൂയ അതുവരെ പത്രോസിന് ലഭിച്ചിട്ടില്ലാത്ത ആ നന്മകളെ കണ്ട് മടങ്ങുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കി തീർന്നു. അവൻ പറയുകയാണ്, നദാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചപ്പാ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടു പോകണമെന്ന്. അതുവരെ ഇല്ലാത്ത ഒരു മാനസാന്തരം തന്റെ ജീവിതത്തിൽ വന്നു. എന്റെ അധ്വാന ഫലം കൊണ്ട് എനിക്കൊന്നും നേടുവാൻ കഴിഞ്ഞില്ല, എന്റെ സമ്പത്ത് കൊണ്ട് എനിക്കൊന്നും നേടുവാൻ കഴിയുന്നില്ല, എന്റെ ആരോഗ്യം കൊണ്ട് എനിക്കൊന്നും നേടുവാൻ കഴിയില്ല. നിന്റെ വാക്കും നിന്റെ സാന്നിധ്യവും ഇല്ലെങ്കിൽ എനിക്കൊന്നും സാധിക്കില്ല. നാം ശ്വസിക്കുന്ന വായു ദൈവം നമുക്ക് സൗജന്യമായി തന്നതാണ്. അതിനു മുൻപിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഓർക്കുക, കുറ്റമറ്റ മനസാക്ഷിയോടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ എല്ലാ നന്മകളും കണ്ടു കഴിഞ്ഞാൽ അവനൊരു മാനസാന്തരം വരുവാണ്. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടു പോകണമേ. അവന്റെ നിലവിളിയതാണ്. ഇതുവരെ കർത്താവില്ലാതെ ഞാൻ ജീവിച്ചു. കർത്താവില്ലാതെ ഞാൻ ജീവിച്ചപ്പോൾ എന്റെ പടവും വലയുമെല്ലാം ശൂന്യമായി. നിരാശയോടെ ഞാൻ ആയിരുന്നു. മുൻപോട്ട് പോവാൻ കഴിയാതെ ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നീ യേശുവിൽ സമർപ്പിക്കുക. നിന്റെ ജീവിതമാകുന്ന പടവ് കർത്താവിൽ ഏൽപ്പിക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ കാണുവാനിടയായി. ആ നന്മകൾ കാണുമ്പോൾ കർത്താവിൽ നിന്ന് ഏറ്റു പറയുക, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. സമ്മതിക്കുക, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, നീ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ഒരിക്കലും കൈവിട്ട് കളയയില്ല. മനുഷ്യൻ നമ്മളെ തള്ളിക്കളയും, എന്നാൽ തള്ളിക്കളയാത്ത ഒരപ്പൻ നമുക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. നിന്റെ ഏതവസ്ഥയിലും ഇറങ്ങി വന്ന് നിന്റെ കരം പിടിച്ച് നിന്നെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ബൈബിൾ വചനം ഇങ്ങനെ പറയുന്നു, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു, ഹല്ലേലൂയ, പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവന്റെ ഭാര്യ നിന്ന് നിലവിളിക്കുകയാണ്. തന്റെ ഭർത്താവ് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ഹല്ലേലൂയ തന്റെ ജീവിത സാഹചര്യത്തിന്മേൽ വന്ന കടങ്ങൾ കൊണ്ട് തന്റെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ഭർത്താവ് മരിച്ചുപോയി. ഇനി കടം വീട്ടുവാൻ നിർവാഹമില്ലാതെ പ്രിയപ്പെട്ടപ്പോൾ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ അവൾക്ക് വേണ്ടി കർത്താവ് ഒരു പ്രവാചകനെ അയക്കുവാനിടയായി. എലീശ പ്രവാചകനെ അയച്ചപ്പോൾ ഹല്ലേലൂയ എലീശ പ്രവാചകൻ അവളോട് ചോദിക്കുകയാണ്,
നിന്റെ പക്കൽ എന്തുണ്ട്? ഹല്ലേലൂയ. ദൈവം അയച്ചിട്ട് പ്രവാചകൻ അവളുടെ മുൻപിൽ ചെന്നപ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ പക്കൽ എന്തുണ്ട്? യജമാനനെ, എന്റെ ദാസൻ ദൈവഭക്തനായിരുന്നു, മരിച്ചുപോയി. ഇനി എനിക്ക് കടം വീട്ടുവാൻ നിർവാഹമില്ല. എനിക്ക് ആകെയുള്ള എന്റെ 2 മക്കളെ കൂടി കടക്കാർ പിടിച്ചുകൊണ്ട് പോകും. അതിന് എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നിലവിളിക്ക് മുൻപിൽ ഹല്ലേലൂയ കാതുകളെ തുറന്നപ്പോൾ ഹല്ലേലൂയ അവളുള്ള അവസ്ഥ പറഞ്ഞു, എന്റെ പക്കൽ എന്തുണ്ടോ? എന്റെ പക്കൽ ഒരു ഭരണി എണ്ണയല്ലാതപ്പാ, എന്റെ പക്കൽ ഒന്നുമില്ല. ഉള്ളതുപോലെ സമർപ്പിച്ചപ്പോൾ ദൈവം മുന്നിൽ അവളെ തന്നെ സമർപ്പിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അതുവരെ കാണാത്തതായ അത്ഭുതങ്ങളെ കാണുവാനിടയായി. ജീവിത സാഹചര്യത്തിൽ ഹല്ലേലൂയ നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരാതെ വേണം നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഉള്ള അവസ്ഥ കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കുക. മനുഷ്യനോട് നീ ഒരു കാര്യവും പറയണ്ട. നീ മുറിക്കുള്ളിൽ വാതിലടച്ചിട്ട് കർത്താവിനോട് പറയുക, കർത്താവെ, ഞാൻ ഈ അവസ്ഥയിലായിരിക്കുന്നത് എന്നെ നന്നായി അറിയുന്ന കർത്താവെ, ഈ രാത്രിയിൽ എന്റെ ശൂന്യതകളെ അകറ്റണം. എനിക്ക് മറുപടിയും ഉദ്ധാരവും തന്ന് എന്നെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം സമർപ്പിക്കുക. ഹല്ലേലൂയ. പ്രവാചകൻ പറയുകയാണ്, നിന്റെ പക്കലുള്ള എണ്ണ നിന്റെ പാത്രങ്ങളിലെല്ലാം പകരുക. ഹല്ലേലൂയ. അവളുടെ വീട്ടിലെ പാത്രങ്ങളിലെല്ലാം എണ്ണ പകർന്നു. എണ്ണ പകർന്നതിന് ശേഷം അയലത്തെ വീടുകളിലെ പാത്രവും ശേഖരിച്ച് എണ്ണ നിറയ്ക്കുവാനിടയായി തീർന്നു. നിന്റെ കളപ്പുരകൾ ശൂന്യമാണോ? ഹല്ലേലൂയ. നിന്റെ എല്ലാം ശൂന്യതയിലേക്കും ഇറങ്ങി വരുന്ന ഒരു കർത്താവ് രാത്രി നിന്റെ പക്കലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യം കൊണ്ടും ദൈവിക കൃപ കൊണ്ടും ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കുന്ന ഒരു ദൈവം ഈ രാത്രി നിങ്ങളുടെ പക്കൽ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? അവിശ്വാസത്തോടെ അവൾ തന്റെ എണ്ണ പാത്രങ്ങളിൽ പകർന്നു. പാത്രത്തിന്റെ വരവ് നിന്നപ്പോൾ എണ്ണയും തീർന്നു. അതുവരെ വീട്ടിൽ തീർക്കുവാൻ കഴിയാത്തതായ ഭാരിച്ച കടഭാരത്തിൽ അവൾ ഞരങ്ങിയപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം കടങ്ങളെല്ലാം വീട്ടി അവളുടെ ജീവിതത്തിന് വേണ്ട എല്ലാ ഉപജീവന മാർഗത്തിന് വേണ്ട നന്മകളും കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കുവാനിടയായി. ഈ രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ സമർപ്പണമാണ് ദൈവമക്കളെ. നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ ഇല്ലായ്മ കർത്താവിനോട് അറിയിക്കുമ്പോഴാണ് നമ്മുടെ ശൂന്യതകളെ അകന്ന് നമ്മളെ നിറവിലേക്ക് നടത്തുവാൻ ശക്തനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ആകയാൽ ഏതവസ്ഥയിലായിരിക്കുന്നു അവസ്ഥകൾക്കല്ല ഭേദം വരുത്തേണ്ടത്, നമ്മുടെ ജീവിതത്തിന് ഭേദം വരുത്തുമ്പോൾ, നമ്മുടെ ജീവിതം കർത്താവിൽ സമർപ്പിക്കുമ്പോൾ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ തിരിച്ചു തരുവാൻ ശക്തനായ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഇല്ലായ്മയെ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ ഇല്ലായ്മയെ നിറവാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. തലമുറകളെ കുറിച്ച്, തലമുറകളുടെ ഭാവിയെ കുറിച്ച് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വിദേശ രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണുനീരോട് യാചിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ എല്ലാവരെയും സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇതുവരെ നാം പ്രാപിച്ച സമാധാനം മുൻപോട്ട് ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. ഇന്ന് കർത്താവ് വന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ടുള്ളതല്ല, നമുക്ക് വേണ്ടി ഒരു നിത്യരാജ്യം ഒരുക്കി, നിത്യഭവനം ഒരുക്കി, തന്റെ സൃഷ്ടി നഷ്ടപ്പെട്ടു പോകാതെ വേണം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിനെ എതിരേൽക്കുവാൻ എത്ര പേർ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സമർപ്പിക്കും? ആ ദൈവിക സ്നേഹം മനസ്സിലാക്കുവാൻ എത്ര പേർ ഹല്ലേലൂയ ദൈവത്തിൽ സമർപ്പിക്കും? ഹല്ലേലൂയ. നാം പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം നോക്കിയല്ല നാം നടക്കേണ്ടത്. നാം എങ്ങനെ നടക്കുന്നു, നാം എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ വിശ്വാസം എങ്ങനെയെന്ന് സ്വയം പരിശോധിക്കുക. നമ്മെ നമുക്കല്ലാതെ നന്നായി അറിയുവാൻ മറ്റാർക്കും കഴിയില്ല. 2, നമ്മെ അറിയുന്നവൻ കർത്താവ് മാത്രം. നമ്മെ നമുക്കും അറിയാം, നമ്മെ ദൈവത്തിനും അറിയാം. ദൈവത്തിന് മുൻപിൽ നാം നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച്
നിത്യരാജ്യത്തിലേക്ക് നമ്മെ പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി വഴിവാതിലുകളെ തുറന്നു തന്നുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന വചനമാണ് സ്വർഗരാജ്യത്തെ കുറിച്ച്. ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ദീർഘ ദിവസങ്ങളായി ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ. ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരുടെയും ജീവിതം നശിച്ചു പോവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പ്രാപിക്കുന്ന ഈ ദൈവിക സമാധാനം നിങ്ങളിലേക്കും ഞാൻ പകരപ്പെടുകയാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ, നമ്മുടെ സകല പ്രവർത്തികളും കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഹല്ലേലൂയ ഒരു ദൈവിക സമാധാനം ദൈവം നമുക്ക് നൽകി തരുവാനിടയായും ആ ഹല്ലേലൂയ തന്റെ പ്രാണൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തെ നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി നാം ഹല്ലേലൂയ നാം നീതിമാനായി ജീവിച്ചിട്ടല്ല, നമ്മുടെ പാപപരിഹാരാർത്ഥം തന്റെ നിത്യയൗവനം നമുക്ക് വേണ്ടി ഹോമിച്ചു തന്നുവെങ്കിൽ എത്ര പേർ ആ നിത്യജീവനെ അവകാശമാക്കുവാൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ശക്തമായി പറയുന്നു, ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവിനെ ഹല്ലേലൂയ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഈ രാത്രിയിൽ എത്ര പേർ തങ്ങളുടെ മനസ്സിനെ ഹല്ലേലൂയ കർത്താവിലേക്ക് സമർപ്പിക്കുന്നു? നിങ്ങൾ സമാധാനമില്ലാത്തവരാരോ കടന്നു വരുവീൻ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേശനിവാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് ഒരു കൂട്ടം ജനങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ നിമിത്തം, നമ്മൾ ഇടവിൽ നിൽക്കുന്ന നിമിത്തം ദേശത്തെ നശിപ്പിക്കാതെ വേണം ദേശത്തെ സൂക്ഷിക്കുവാൻ ശക്തനായി കർത്താവ് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം ഇതുവരെ നമുക്ക് അനുഭവിച്ചറിയുവാനിടയായി. ദൈവത്തെ പോലെ സ്നേഹിക്കുവാൻ നമുക്കാർക്കും കഴിയുകയില്ല. നമ്മുടെ ഏതവസ്ഥയിലും അതിൽ ഇറങ്ങി വരുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. ആ കർത്താവിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തെ പോലെ സ്നേഹിക്കുവാൻ, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും നമ്മെ സ്നേഹിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാ
എൻ പ്രേമ ഗീതമാ എന്നെ സുനാഥനേ എൻ പ്രേമ ഗീതമാ എന്നെ സുനാഥനേ എൻ ജീവനേ കാണും നീ വലിയ താണെനിക്ക് എൻ ജീവനേ കാണും നീ വലിയ താണെനിക്ക്. ഈ രാത്രിയിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും എൻ ജീവനേക്കാൾ വലിയതാണ് എനിക്ക്? ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. ദൈവത്തിന്റെ വചനം പറഞ്ഞതുപോലെ യഹോവേ നീ ഞങ്ങൾക്കായി സമാധാനം നിയമിക്കും. ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഈ രാത്രി നമുക്ക് തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. യഹോവേ നീ ഞങ്ങൾക്ക് വേണ്ടി സമാധാനം നൽകിയിരിക്കുന്നു. ഒരു നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. കഴിഞ്ഞ സമയമൊക്കെയും സങ്കടത്തോടെ, പ്രയാസത്തോടെ, ഭാരത്തോടെ ഞങ്ങളായിരുന്നപ്പോൾ ഇന്ന് രാത്രി ദൈവം ഞങ്ങൾക്ക് വചനം തന്നു. യഹോവേ നീ ഞങ്ങൾക്ക് സമാധാനം നൽകിയിരിക്കുന്നു. ഈ ദൈവിക സമാധാനം നിങ്ങളുടെ അരികിലേക്ക് വന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശനിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വർഷമാക്കി തീർക്കണം. എല്ലാവിധമായ നന്മകളാലും എല്ലാ ഭവനങ്ങളെയും എല്ലാ മക്കളുടെ മേലും ദൈവം നിറവാക്കി തീർക്കട്ടെ. നിങ്ങളുടെ ശൂന്യതകളെല്ലാം അകറ്റി കർത്താവ് നിങ്ങളെ സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ദൈവിക സമാധാനം പ്രാപിച്ചുകൊണ്ട് എല്ലാവരെയും സമാധാനത്തോടെ ആയിരിക്കാൻ കർത്താവെ കൃപ ചെയ്യണം. ഈ രാത്രിയിൽ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ടെ. മനോമഹത്വമെല്ലാം എന്റെ അപ്പച്ചനോ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം കേട്ട വചനത്തോടും കർത്താവിന്റെ രണ്ടാമത്തെ ഓരോരെയും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.